നമസ്കാരം. പതിവ് പോലെ തന്നെ വി.ഡി. സതീശൻ പെരും കള്ളവുമായി മാധ്യമപ്രവർത്തകരെ കാണാനെത്തി. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ഇറക്കിയ പച്ചക്കള്ളം മാധ്യമപ്രവർത്തകർ കയ്യോടെ പിടികൂടി കൈകാര്യം ചെയ്ത് വിട്ടതുപോലെ തന്നെ ഇന്നും സംഭവിച്ചു. ഇന്നത്തെ ആദ്യത്തെ പെരും കള്ളം ഇങ്ങനെയായിരുന്നു. അതായത് നമ്മളൊക്കെ കണ്ടതാണല്ലോ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പ്രസംഗിച്ചത്. അത് വലിയ വാർത്തയായത് നമ്മൾ കണ്ടതാണ്. അതിനെ തുടർന്ന് മുഖ്യമന്ത്രിയൊക്കെ രാഹുൽ ഗാന്ധിക്കെതിരെ ഉന്നയിച്ച ആരോപണം ഇങ്ങനെയായിരുന്നു. അതായത് രാഹുൽ ഗാന്ധി സംഘപരിവാറുകാരനെ പോലെ സംസാരിക്കുകയാണ്. മോദി എന്താണോ പറയുന്നത് അത് തന്നെയാണ് രാഹുൽ ഗാന്ധിയും പറയുന്നത്. ഇവിടെ വന്ന് ഇടതുപക്ഷത്തെ മോദിയും രാഹുൽ ഗാന്ധിയും കടന്നാക്രമിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും ശക്തമായ ഒരു മുന്നണിയായ ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കാൻ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മുന്നിട്ടിറങ്ങിയത് വലിയ വിമർശനങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തു. അവസാനം പുലിവാലായി എന്ന് കണ്ടപ്പോൾ സതീശൻ മാധ്യമപ്രവർത്തകരോട് പറയുകയാണ്, ഞാനൊരു സത്യം പറയട്ടെ, രാഹുൽ ഗാന്ധി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണ്, അല്ല അങ്ങനെ പറയുന്ന വീഡിയോ ഒക്കെ ഞങ്ങൾ കണ്ടിരുന്നല്ലോ, അന്ന് എല്ലാ മാധ്യമങ്ങളിലെയും തലക്കെട്ടിതായിരുന്നല്ലോ, ഇപ്പൊ എന്ത് പറ്റിയെന്ന്. അപ്പൊ സതീശൻ പറയാണ്, ഞാൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നേ എന്ന് പറഞ്ഞ് പ്രത്യേക രീതിയിലുള്ള ഒരു ന്യായീകരണ ക്യാപ്സ്യൂൾ. എത്ര മനോഹരമായാണ് സതീശൻ നുണ പറയുന്നതെന്ന് നമുക്കൊന്ന് കാണാം. പാലക്കാട് അദ്ദേഹം പ്രസംഗിച്ച് എന്തുകൊണ്ട് മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നില്ല എന്ന് പറഞ്ഞാണ് ഞങ്ങളെല്ലാം കേട്ടത്. അതെങ്ങനെ ഞാനുണ്ടല്ലോ വേദിയിൽ, അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നില്ല എന്ന് പറഞ്ഞില്ലല്ലോ അദ്ദേഹം. നിങ്ങൾ ആ പ്രസംഗം ഒന്നും കൂടി കേൾക്കും, നിങ്ങൾ ആ പ്രസംഗം നിങ്ങൾ എഴുതി കാണും. കേട്ടല്ലോ, ഒരു നുണയെ എത്ര മനോഹരമായാണ് സതീശൻ ന്യായീകരിക്കുന്നത്. രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷത്തെയും കടന്നാക്രമിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനിയിപ്പോ അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും മാധ്യമപ്രവർത്തകൻ രാഹുൽ ഗാന്ധി സംസാരിക്കുന്ന ആ വീഡിയോ ഉയർത്തി കാണിച്ച് ദേ സതീശേട്ടാ ഇതിൽ പക്ഷെ അങ്ങനെ പറയുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചാലും ഒരു ഉടുപ്പുമില്ലാതെ ഇതേ നുണ തന്നെ സതീശൻ ആവർത്തിക്കുകയും ചെയ്യും. ആലപ്പുഴയിൽ നമ്മൾ കണ്ടതാണല്ലോ. അതായത് ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് CPIM പണം കൈപ്പറ്റി, അതിന്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് ഒരു പച്ചക്കള്ളം സതീശൻ പറയുകയാണ്. അത് കേട്ട മാധ്യമപ്രവർത്തകർ ഈ സതീശനെ കൈകാര്യം ചെയ്യുന്നു. എവിടെ തെളിവ്? ഞങ്ങൾ കണ്ടല്ലോ ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് പണം കൈപ്പറ്റിയവരുടെ പട്ടിക, അതിൽ എവിടെയും CPIM പണം കൈപ്പറ്റി എന്ന് പറയുന്നില്ലല്ലോ. നിങ്ങൾ 2000 കോടി രൂപ കൈപ്പറ്റിയില്ലേ, പിന്നെ കൈപ്പറ്റിയത് BJP ആണ്. നിങ്ങൾ തമ്മിൽ നല്ല ഒക്കച്ചങ്ങായിമാരല്ലേ എന്നൊക്കെ ചോദിച്ച മാധ്യമപ്രവർത്തകർ കിടന്ന് സതീശനെ തലങ്ങനും വിലങ്ങനും ഒക്കെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയോടുകൂടി തന്നെ സതീശൻ കിടന്ന് മോങ്ങിയ കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോഴും സതീശൻ അതേ നുണ തന്നെ ആവർത്തിച്ചത് നമ്മൾ കണ്ടതാണല്ലോ. അതായത് ഈ ലിസ്റ്റ് മുഴുവൻ പുറത്തുവിട്ടപ്പോഴും CPIMന്റെ പേരെങ്ങുമില്ല, CPIM ആണ് ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് പണം കൈപ്പറ്റിയവരുടെ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. സീതാറാം യെച്ചൂരിയാണ് ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് പണം കൈപ്പറ്റിയവരുടെ പേര് വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി നിയമ പോരാട്ടം നടത്തിയാണ്. എന്നിട്ട് സതീശൻ പറയുകയാണ് CPIM പണം കൈപ്പറ്റിയിട്ടുണ്ട്, തെളിവുണ്ട് എൻ്റെ കയ്യിലെന്ന്. ഇങ്ങനെ ഒരു ഉളുപ്പുമില്ലാത്ത നുണ പറയുന്ന ഒരാളാണ് സതീശൻ എന്നറിയാമല്ലോ. അങ്ങനെ ഇതും പിടികൂടിയെന്ന് കണ്ടപ്പോൾ അടുത്ത ഗീറിടുകയാണ് വടകരയിലേക്ക്. വടകരയിൽ UDF സ്ഥാനാർത്ഥിയുടെയും ഒപ്പം UDF സൈബർ വിങ്ങിന്റെയും ഒക്കെ ഭാഗത്തു നിന്ന് ശൈലജ ടീച്ചറിനെ വ്യക്തിപരമായൊക്കെ തേജോവധം ചെയ്യുന്ന കാഴ്ചയൊക്കെ നമ്മൾ സൈബർ ഇടങ്ങളിൽ കണ്ടതാണ്. ഗതികെട്ടപ്പോൾ ടീച്ചർ മാധ്യമപ്രവർത്തകരെ കണ്ടു. ടീച്ചർ ഈ അവസ്ഥകളെ കുറിച്ചൊക്കെ വിശദീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി. മോർഫ് ചെയ്തു വരെ പല ചിത്രങ്ങളും ഒക്കെ പ്രചരിപ്പിക്കുകയാണെന്ന് ടീച്ചർ പറഞ്ഞു. ഇവർ അത് വേറെ ലെവലിലാക്കുകയാണ്. ടീച്ചർ പറഞ്ഞു ഒരു അശ്ലീല വീഡിയോ ഉണ്ടാക്കി പ്രചരിപ്പിച്ചു എന്ന രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് മാധ്യമപ്രവർത്തകൻ പറയുന്നുണ്ട്, എൻ്റെ പൊന്ന് സതീശേട്ടാ ടീച്ചർ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന്. ടീച്ചർ മോർഫ് ചെയ്തു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന്. സതീശനങ്ങ് സമ്മതിക്കുന്നില്ല. സതീശൻ പറയണം, അങ്ങനെയല്ല പറഞ്ഞ, അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചു എന്ന് തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ ആ അശ്ലീല വീഡിയോ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴും മാധ്യമപ്രവർത്തകർ പറയുന്നുണ്ട്, എൻ്റെ സതീശേട്ടാ ഇങ്ങനെ വെറുതെ ചുമ്മാ കള്ളം പറയണ്ട, ടീച്ചർ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, മോർഫ് ചെയ്ത ചിത്രം പ്രചരിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഏത് അശ്ലീല വീഡിയോ ആണ്, ഏത് അശ്ലീല പോസ്റ്റർ? അത് വീഡിയോ ക്ലിപ്പിംഗ് എന്നുണ്ട്. സംസാരിച്ചപ്പോ അത് പരാതിയില്ലേ, സംസാരിച്ചപ്പോൾ അശ്ലീല വീഡിയോ പ്രചരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? അല്ല, അവരാദ്യം പറഞ്ഞു, രണ്ടാമത് അശ്ലീല പോസ്റ്റർ എന്ന് പറഞ്ഞു. അല്ലല്ല, ഞാൻ പറഞ്ഞോട്ടെ. എന്നിട്ട് എന്റെ വടകര KL18 എന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിരന്തരമായി ഫേക്ക് വീഡിയോകൾ, വൃത്തികെട്ട പോസ്റ്ററുകൾ ഇതൊക്കെ വരികയാണ്. ആദ്യം തന്നെ ചെയ്തത് ഒരു മോശമായിട്ടുള്ളൊരു ചിത്രം, ഒരു പൊർണോ ചിത്രത്തിൻ്റെ തല മാറ്റിയിട്ട് എൻ്റെ തല അവിടെ ചേർത്ത് മോർഫ് ചെയ്തുകൊണ്ട് പേജുകളിൽ എത്തിച്ചു. കുടുംബ പേജുകളിലാണ് അധികം എത്തിക്കുന്നത്. എവിടെ അശ്ലീല പോസ്റ്റർ? എവിടെ? നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഇനി ഉണ്ടാക്കണം. രണ്ടാമത് ഏതെങ്കിലും കോൺഗ്രസ്സുകാരനോ UDFകാരനോ അതിന്റെ പുറകിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഗ്യാരണ്ടി നടപടി എടുക്കാൻ നോക്കും. കേട്ടല്ലോ,
ഇതിനിടയിൽ സതീശൻ പറഞ്ഞ രസകരമായിട്ടുള്ള സംഭവമാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നടപടി സ്വീകരിക്കുമെന്ന്. എൻ്റെ സതീശ, ശൈലജ ടീച്ചർക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ അശ്ലീല പരാമർശം നടത്തിയവർക്കെതിരെയൊക്കെ കേസെടുത്തിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നേ. കഴിഞ്ഞ ദിവസം മെബിൻ തോമസ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ്സുകാരനെ അറസ്റ്റ് ചെയ്തു, ഒരു ലീഗിനെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ നിരവധി ആളുകളെയൊക്കെ പലയിടങ്ങളിൽ നിന്നൊക്കെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും സതീശേട്ടൻ അറിയാത്തതുകൊണ്ടൊന്നുമല്ല, സതീശേട്ടൻ തുറന്നു പറയാത്തതുകൊണ്ടാണ്. എന്നിട്ട് ഇത്തരത്തിലുള്ള ഞരമ്പന്മാരെയൊക്കെ പിടികൂടുമ്പോഴും സതീശൻ റൂട്ട് മാറ്റി വിടുകയാണ്. ഇതിലൊന്നും ഞങ്ങൾക്കൊന്നും ഒരു പങ്കില്ലപ്പ, ഇതൊക്കെ ചുമ്മാ വ്യാജമായി ഉണ്ടാക്കുന്നതാണപ്പ എന്നൊക്കെയാണ് സതീശൻ എന്ന് പറയുന്നത്. ഇല്ലാത്ത കഥകളൊക്കെ പടച്ചുവിട്ട് വടകരയിൽ ഷാഫി വെള്ളം കുടിക്കുന്നത് കണ്ട് ഷാഫിക്ക് വേണ്ടിയാണ് വടകരയിലുള്ള ഇമാതിരിയുള്ള വ്യാജ പ്രചരണങ്ങൾ ഇറക്കി ഈ സതീശന്റെ പെരുന്നുണക്കാലം. മുഖ്യമന്ത്രിക്ക് BJP പേടിയാണെന്നാണ് സതീശന്റെ മറ്റൊരു കോമഡി. ആർക്കാണ് ഏറ്റവും അധികം BJPനെയും നരേന്ദ്രമോദിയൊക്കെ പേടിയെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. ED അന്വേഷിച്ചു വന്നാൽ നേരെ BJPയിലേക്ക് പോകുന്നവരല്ലേ നിങ്ങളുടെ കോൺഗ്രസിലുള്ളത്. അശോക് ചൗഹാനൊക്കെ പറഞ്ഞ സോണിയാഗാന്ധിയോട് പറഞ്ഞ ഡയലോഗൊന്നും ഞങ്ങൾ ഇപ്പോഴും മറന്നിട്ടില്ല. ഒന്നല്ലെങ്കിൽ ജയിലിൽ പോകാം, അല്ലെങ്കിൽ BJPയിൽ പോകാം, അതുകൊണ്ട് ഞാൻ BJPയിലേക്ക് പോകാൻ തീരുമാനിച്ചു സോണിയാജി എന്ന് പറഞ്ഞത് അശോക് ചൗഹാനാണ്. അതുകൊണ്ട് കൂടുതൽ അതിനെയൊന്നും പറ്റി പറയിപ്പിക്കരുത്. പിന്നെ ഒട്ടും പേടിയില്ലാത്ത ആളാണല്ലോ രാഹുൽ ഗാന്ധി. അതായത് അമേഠിയിൽ വന്ന് മത്സരിക്കാൻ സ്മൃതി ഇറാനി വെല്ലുവിളിക്കുമ്പോൾ അവിടെ നിന്ന് ഓടി കേരളത്തിൽ വന്ന് ഏകദേശം 9% മാത്രം BJPക്ക് വോട്ടുള്ള വയനാട്ടിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് BJPയെ ഒട്ടും പേടിയില്ല എന്ന് തോന്നുകയില്ല. വലിയ ആളാണ്, പക്ഷെ പേടിയാണ്. മോഡിയെ പേടിച്ചാണ് ജീവിക്കുന്നത്. ഭയമാണ് അദ്ദേഹത്തെ ഭരിക്കുന്നത്. അതാണ് അതിനുള്ള മറുപടി. രാഹുൽ ഗാന്ധിയെ വിളിച്ചതിനുള്ള മറുപടി അതാണ്. നമുക്കറിയാമല്ലോ, കേരളത്തിൽ LDFും UDFും തമ്മിലാണ് മത്സരം. എന്നിട്ട് എന്താണ് ഇപ്പോൾ കാണുന്നത്? കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ദേശീയ നേതാക്കളൊക്കെ കേരളത്തിലേക്ക് വരികയാണ്. ആരെ തോപ്പിക്കാൻ? BJPനെ തോപ്പിക്കാൻ വേണ്ടിയാണോ? ഇടതുമുന്നണിയെ തോപ്പിക്കാൻ വേണ്ടിയാണ്? അതായത് ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഒരു മുന്നണിയായിട്ടുള്ള ഈ CPMനെ തോപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ അതാ ഈ ദേശീയ നേതാക്കൾ മുഴുവൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ആരെ സഹായിക്കാനാണ്? സംഘപരിവാരങ്ങളെ സഹായിക്കാൻ വേണ്ടി തന്നെയാണ്. ആരൊക്കെയാണ് വരുന്നത്? അതായത് ABVPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തി പിന്നീട് മുഖ്യമന്ത്രിയായി മാറിയ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഇവിടെ വന്ന് സംഘപരിവാറുകാരനെ പോലെ മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ചുകൊണ്ട് നരേന്ദ്രമോദിയൊക്കെ സംസാരിക്കുന്ന പോലെ സംസാരിക്കുകയാണ്. ഇപ്പൊ എന്നതാ ഹിമന്ത് ബിശ്വ ശർമ്മ വരുന്നുണ്ട് തൃപ്പൂണിത്തുറയിൽ. ആരാണത്? അസം മുഖ്യമന്ത്രിയാണ്. BJPക്ക് വേണ്ടി കോൺഗ്രസിൽ നിന്ന് കൊടുത്ത ആളാണ്. അതായത് BJP കോൺഗ്രസിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന ആളാണ്. അങ്ങനെയുള്ള വ്യക്തികളൊക്കെയാണ് ഇതാ ഇങ്ങോട്ട് കേരളത്തിലേക്ക് വരുന്നത്, ഇടതുമുന്നണിയെ ഇങ്ങനെ തകർക്കാൻ വേണ്ടി. സംഘപരിവാരങ്ങളും കോൺഗ്രസും ഒരേ മനസ്സോടുകൂടി കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിയെ തകർക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മോദിയെ ഈ പറയുന്നത് പോലെ സുഖിപ്പിക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി നടക്കുന്നത് എന്നൊക്കെയാണ് സതീശൻ പറയുന്നത്. ഇമാതിരി വിടലൊക്കെ വേറെ എവിടെയെങ്കിലും പോയി വിട്ടാൽ മതി സതീശ എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇനി തൃശൂർ പൂര വിവാദവുമായി ബന്ധപ്പെട്ട് സതീശന്റെ ഇത്തിരി വർഗീയത പറച്ചിലാണ്, അതുകൂടി ഒന്ന് കാണാം. 10 തൊട്ട് തുടങ്ങിയല്ലോ ബഹളം. രാത്രി 10 തൊട്ട് ഈ മന്ത്രിമാർ അറിഞ്ഞില്ലേ തൃശ്ശൂർ ക്യാമ്പ്? ഇത് CPMന്റെ കൂടെ ഒരു പ്ലോട്ടാണ്. അവിടെ ഒരു വർഗീയത ആളിക്കത്തിക്കാൻ വേണ്ടി നടത്തിയ ശ്രമം. ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ കേരളത്തിലെ പോലീസ് കൈകാര്യം ചെയ്യുന്നല്ലേ. മകരവിളക്ക് എത്ര ഭംഗിയായിട്ടാണ് പോലീസ് കൈകാര്യം ചെയ്യണത്. എത്രയോ വർഷങ്ങളായിട്ട് തൃശ്ശൂർ പൂരം എത്ര മനോഹരമായിട്ടാണ് കേരളത്തിലെ പോലീസ് കൈകാര്യം ചെയ്യുന്നത്. ഒരു കാലത്തും ഇല്ലാത്ത പ്രശ്നങ്ങൾ മനഃപൂർവ്വമായി ഉണ്ടാക്കി. ഇത് തുടങ്ങുന്നതിന് മുമ്പുണ്ട്. ഈ പ്രാവശ്യം ഒരു മാസം മുമ്പുണ്ട് ഈ പരിപാടി. അവസാനത്തെ ദിവസം കലാശക്കൊട്ടാണ് നടത്തിയത്. അതൊരു പ്ലോട്ടാണ്. സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവുന്ന ഒരു പ്ലോട്ടാണ്. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നടന്നത്. പക്ഷെ ഉദ്ദേശിച്ചത് നടക്കൂല. കേട്ടല്ലോ, എത്ര മനോഹരമായാണ് ജനങ്ങളെ സതീശൻ തെറ്റിദ്ധരിപ്പിക്കുന്നത്. പക്ഷേ ഈ വർഗീയത കടത്തൽ ഇവിടെ നടക്കില്ലല്ലോ സതീശ, ഇത് കേരളമാണ്. അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആരോപണ വിധേയരായ കമ്മീഷണർ അങ്കിത് അശോകിനെയും അസിസ്റ്റന്റ് കമ്മീഷണർ സുദർശനെയും ഒക്കെ സ്ഥലം മാറ്റിയിരിക്കുന്നു. എപ്പോഴേ മാറ്റി. അതൊന്നും സതീശൻ പറയുന്നില്ല കേട്ടോ. അതായത് പൂരം ഭംഗിയായിട്ട് നടക്കണം എന്ന് ആഗ്രഹിക്കുന്നത് സർക്കാർ തന്നെയാണ്. ആ സർക്കാർ ഒരിക്കലും അത് അലങ്കോലപ്പെടുത്താൻ ശ്രമം നടത്തുകയില്ല. പക്ഷേ ഈ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ചില അറിയാലോ, ഈ പോലീസിനകത്തും ചില സംഖ്യകൾ ഉണ്ടാവും. അങ്ങനെ ചില ആളുകൾ ഇത് അലങ്കോലപ്പെടുത്താൻ വേണ്ടി രംഗത്തേക്ക് ഇറങ്ങുന്നു. അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്നേ. അങ്ങനെയുള്ളവരെ ഇപ്പോൾ അവിടെ സ്ഥലം മാറ്റിയിരിക്കുകയാണ്. പൂരത്തിന്റെ മഹിമ പോലും അറിയാതെ പൂരം നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച, അവിടെ ഒരു സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ആ 2 പോലീസുകാരെ എടുത്ത് മാറ്റിയെന്ന് അവരെ സ്ഥലം മാറ്റിയിരിക്കുകയാണ്. അതാണ് പിണറായി വിജയൻ സർക്കാർ, അതാണ് ഈ LDF സർക്കാർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു
അഭിമാനകരമായ നടപടി നടത്തിയിട്ടും അതൊന്നും സതീശൻ പറയുന്നില്ല. സതീശൻ അതിൻ്റെ വേറെ വശമാണ് പറയുന്നത്. അതിലേക്ക് വർഗീയത ഇഞ്ചക്ട് ചെയ്ത് ഒരു എന്താ പറയുക ഹിന്ദുക്കളെ അങ്ങ് ഇളക്കി വിടാൻ വേണ്ടി. കണ്ടില്ലേ പുള്ളി ഇങ്ങനെയാണ്, പുള്ളി ഇതേ ഈ പൂരമൊക്കെ നശിപ്പിക്കുന്ന ഒരാളാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടി ഇവിടെ സുരേഷ് ഗോപിയൊക്കെ അടിക്കുന്ന രീതിയിലുള്ള ഒരു മാതിരി വർഗീയതയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും RSS സംഘടിപ്പിച്ച ഗോൾവാക്കറുടെ ജന്മശതാബ്ദി പരിപാടിയിലൊക്കെ പങ്കെടുത്ത് ദീപം തെളിയിച്ച് ഗോൾവാക്കറിന് മുമ്പിൽ നടുകുനിച്ച് നിന്ന സതീശന് ഇത്തരത്തിലുള്ള വർഗീയതയൊക്കെ പറയുന്നതിൽ ചിലപ്പോൾ ട്രെയിനിങ് ക്ലാസ് എവിടെ നിന്നെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമുക്കറിയാമല്ലോ ഇവരുടെയൊക്കെ ഒരു നിലപാട് ഈ മൃദു ഹിന്ദുത്വ നിലപാടാണ്. എന്നാലും ഇമാതിരി വർഗീയതയൊന്നും ഈ മണ്ണിൽ വേണ്ട സതീശ, അത് വോട്ട് പിടിക്കാനാണെങ്കിലും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.